രാവിലെ തന്നെ ഞാൻ വിളിച്ച് ഇടിപ്പിച്ചുകൊണ്ട് വന്നാണ്. അതാണ് ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കണേ. ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് വീഡിയോ ആണെന്നുള്ളത്. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പോകണേണ് ഗൈസ്. ഞങ്ങൾ ഇതുവരെയായിട്ട് നോമ്പ് പിടിച്ചിട്ടില്ല. അപ്പോൾ ഒരു നോമ്പ് പിടിക്കാനോർത്ത് പിടിക്കണേയാണ്. ഞങ്ങൾ പണ്ടൊക്കെ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നോമ്പ് പിടിക്കണം കാണാറുണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ നേരത്ത് അവർ ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കണം കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു, അയ്യോ ഇവരെന്താ കഴിക്കാത്ത. പക്ഷെ അവർ കഴിക്കൂല കേട്ടോ, ഒന്നും കഴിക്കില്ല. പക്ഷെ നമ്മൾ എത്ര ഭക്ഷണം കഴിക്കണം കണ്ടാലും ഒന്നും കഴിക്കില്ല അവർ. അപ്പോൾ ഓർക്കണ്ടാവും എന്തൊരു ഇതാണ് നോമ്പ് പിടിക്കണം. അപ്പോൾ എനിക്ക് തോന്നിയതായിരുന്നു നോമ്പ് പിടിക്കണം എന്നൊക്കെ. പക്ഷെ ഇപ്പോഴാണ് അതിന് ഒരവസരം വന്നത് ഗൈസ്. അപ്പം നമ്മൾ ഇന്നൊരു ദിവസം നോമ്പ് പിടിക്കാൻ പോകണതാണ്. പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചായിരുന്നു എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ്, എപ്പോഴൊക്കെ ഏത് സമയം വരെ ഫുഡ് കഴിക്കാമെന്നൊക്കെ ഉള്ളത്. ഇപ്പം സമയം 4:30 ആയിട്ടുണ്ട്. 5-9 വരെ ഇന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനപ്പോൾ രാവിലെ തന്നെ സോനനെ പിടിച്ച് എടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് ഗൈസ് നോമ്പ് പിടിക്കുന്നത്. എന്തെങ്കിലും പറയണ്ടോ? സോന ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്? ഉറക്കപ്പിച്ചേന്ന് ഞാൻ എണീപ്പിച്ചോണ്ട് വന്നുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒന്നും വിശക്കുന്നേ ഇല്ല. പക്ഷെ ഇന്ന് വൈകുന്നേരം വരെ ആണോ? ഇതിന് ഉറക്കത്തിലാണെങ്കിലും വിശപ്പാ. പക്ഷെ എനിക്ക് വിശക്കുന്നില്ല. പക്ഷെ വൈകുന്നേരം വരെ കഴിക്കാണ്ടിരിക്കണമല്ലോ എന്ന് ഓർത്തത് കൊണ്ട് ഞാനൊരു ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഷെയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കെങ്കിലും വിശക്കില്ല. അതുകൊണ്ടാണ് ഷെയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഈ ഷെയ്ക്ക് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആപ്പിള്, ഈന്തപ്പഴം, ബനാന, പിന്നെ ഈ മറ്റേ കറുത്ത മുന്തിരി ഉണ്ടല്ലോ അതും, ചിയാ സീഡും, കുറച്ച് പാലുമാണ് എടുത്തിരിക്കുന്നത്. ഷെയ്ക്ക് കുടിക്കാം. ഷെയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകുന്നേരമാണ് കുടിക്കുന്നത്. ഷെയ്ക്ക് കുടിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഉറക്കം തീർന്നിട്ടില്ല, എനിക്ക് ഉറക്കം തീർന്നിട്ടില്ല. അപ്പം കുറച്ച് നേരം കൂടി കിടന്നുറങ്ങിയിട്ട് ബാക്കി വേറെ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കാണിച്ചു തരാം ഗൈസ്. അപ്പം ഉറങ്ങാം. ഇപ്പം എന്തായാലും തൽക്കാലത്തേക്ക് വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ചും കൂടി വെള്ളം കുടിക്കണമെന്നുണ്ട്. വെള്ളം കൂടി കുടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. എന്നിട്ട് ഇനി അപ്പം ഉറങ്ങി വന്നിട്ട് കാണാം ഗൈസ്. കുറച്ചു നേരം കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പുവിന് ഫിസിയോ ഉള്ളതാണ്. അപ്പം ഹോസ്പിറ്റലിൽ പോകണം, ഫിസിയോ ചെയ്യണം, തിരിച്ചു വരണം. അത്രയേ ഉള്ളൂ. എന്തായാലും ഇപ്പം സമയം 9 മണി ആയിട്ടുണ്ട്. തിരിച്ചൊരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും വരും തിരിച്ച്. ഗൈസ് നമ്മളിപ്പോൾ വീടെത്തി. ഇനി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ് ഗൈസ്. അപ്പം ഇപ്പം സമയം 1:30 ആയിട്ടുണ്ട്. ഞാൻ ഫിസിയോയ്ക്ക് പോയിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. 1 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റ്. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ 1 മണിക്ക് എണീറ്റു. പിന്നെ സോന അവിടെ വർക്ക് അറ്റ് ഹോമാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ചെറിയൊരു വിശപ്പുള്ളൂ, അല്ലാണ്ട് വലിയതായിട്ട് കഴിക്കണം എന്നൊന്നും തോന്നണില്ല. പക്ഷെ ദാഹിക്കുന്നുണ്ട് ഗൈസ്, നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട് എനിക്ക്. ഇപ്പോൾ 1 മണിയായല്ലോ, അപ്പോൾ ചൂടും കൂടിയാണ്. അപ്പം ഇവിടെ തൊണ്ട വറ്റി തുടങ്ങുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ സമ്മതിക്കണേ, ജോലിക്ക് പോണവരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഈ വെയിലത്ത്, അതും നമ്മളിവിടെ അകത്തിരുന്നിട്ട് തന്നെ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ വെയിലത്ത് ജോലിക്ക് പോയി നോമ്പ് എടുക്കണവരൊക്കെ സമ്മതിക്കണം. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണ്, നമ്മൾ വൈകുന്നേരത്തേക്ക് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. കോഴിക്കോട് ചിക്കൻ ബിരിയാണിയാണ് ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യാം. എന്നാലാണ് ഉണ്ടാക്കി വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കണം. സ്നാക്സ് ഇവിടെ വീട്ടിൽ അമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത്, അതും കാണിച്ചു തരാം. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കണം.
അപ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആകുമായിരിക്കും. നല്ലോണം വിശക്കണേ അയ്യോ എന്നും പറഞ്ഞ് നടക്കണം അവളോട്. പക്ഷേ എനിക്ക് വിശക്കുന്നില്ല, പക്ഷെ നല്ലോണം ദാഹിക്കുന്നുണ്ട് ഗൈസ്. നമുക്കപ്പോൾ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാട്ടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് സവാള വേണം. ഞാനൊരു 3-4 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ടുണ്ട്. എനിക്കത് അതിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇട്ടേക്കുന്നത്. പിന്നെ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, കുറച്ച് തൈരും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഇറച്ചിയല്ല കോഴി ഇട്ട് കൊടുക്കുക. ഇത് 1 കിലോ ചിക്കനാണ്. അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ നമുക്ക് പൊടികളായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, 1 ടീസ്പൂൺ, ഒരു വലിയ ടീസ്പൂൺ വരെ മുളക് പൊടി ഇടുക. പിന്നെ ബിരിയാണി മസാല വേണം, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ കുറച്ച് കൂടുതൽ തന്നെ എടുത്തേക്കാം. ചിക്കൻ മസാലയും വേണം. പിന്നെ കുരുമുളകും പെരിഞ്ചീരകം കൂടി പൊടിച്ചത് കൂടി ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിലും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് എണ്ണയിലല്ല നമ്മളിത് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ നെയ്യ് ചേർക്കുന്നില്ല, നെയ്യ് ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സോനയാണ് മിക്സ് ചെയ്യണത്. അറിയാമല്ലോ നിർത്തിക്കും നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ അല്ലേ? നൈസ് സ്മെല്ല്. നല്ല ഈ സവാളയുടെ മല്ലിയിലയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. 1 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ടിട്ട് അതിലേക്ക് സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ബിരിയാണി അരി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്. അതിട്ടിട്ട് നല്ലോണം ഒന്ന് ചെറിയതായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഞാനിതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്താൽ നമ്മുടെ ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചിക്കൻ ഇത് വേവിച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കാണ്ടാണ് വേവിച്ചേക്കണത്. 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സവാള വറുത്തതും, പിന്നെ നാരങ്ങ നീരും, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റും കൂടി കുറച്ച് നേരം കൂടി ചൂടാക്കുക. അതായത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ചിക്കൻ ഒരു 90% വരെ വേവാകുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കണ ബിരിയാണി ഉണ്ടല്ലോ, ബിരിയാണി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് നല്ലോണം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് നമുക്ക് മല്ലിയില, പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും, പിന്നെ കുറച്ച് സവാള വറുത്തുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട്, പിന്നെ കുറച്ച് ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഇതിലേതെങ്കിലും ഒന്ന് കുറച്ച് തൂകിയിട്ട് ഒരു 10 മിനിറ്റ് നേരം നല്ലോണം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ഗൈസ്. സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും അടിപൊളി ബിരിയാണി ആയിരുന്നു ഇത് ഗൈസ്. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ പോണേ കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പം നോമ്പ് തുറക്കണമല്ലോ, അപ്പം ഫ്രൂട്ട്സ് വാങ്ങാൻ പോണേണ്. നമ്മളിവിടെ ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നിട്ട് ദിവള് എന്നെ പെർഫ്യൂമും ക്രീംസും ഒക്കെ എടുക്കാനായിട്ട് പ്രലോഭിക്കണം ഗൈസ്. കണ്ടോ, അവളവിടെ ഇരുന്ന് ക്രീമും പെർഫ്യൂമും ക്യൂടെക്സ് ഒക്കെ എടുത്തോണ്ടിരിക്കാം. കുമ്മട്ടി മുഖ്യമ്പിക്കില്ലേ, നമുക്ക് കുമ്മട്ടി എടുക്കാട്ടോ. സാധാ കുമ്മട്ടി ഡാർക്ക് പച്ച കുമ്മട്ടിയില്ലേ, അതെടുക്കണോ? എന്താണ് കിലോ ചോദിച്ചു നോക്കൂ. 5:03 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുളിക്കാൻ പോയിട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ട് ഗൈസ്.
ഇത്ര നേരം ഭയങ്കര ദാഹിപ്പൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ടൈം കുറച്ചു നേരം മുന്നേ വിശക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വിശപ്പ് മാറി, ഗ്യാസ് കയറിയേക്കണേ കൊണ്ടാന്ന് തോന്നുന്നു വിശപ്പ് മാറി. ഇപ്പോൾ ദാഹിക്കൽ ഇപ്പോഴും സ്റ്റില്ലുണ്ട്. പക്ഷേ കുളി കഴിഞ്ഞപ്പോഴൊരു സമാധാനം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഇവിടെ സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഉണ്ടാക്കിയേ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കണോണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വല്ല ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയൊക്കെ ഇടയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കുമോ ചിലപ്പോൾ അങ്ങനെ കുടിച്ചിട്ടൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കണേന്നൊക്കെ. പക്ഷെ നമ്മൾ ജെന്യുവനായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നോമ്പ് എടുക്കുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ജെന്യുവനായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ സോനയ്ക്ക് അവിടെ തലവേദനയൊക്കെ എടുക്കണമെന്ന് പറയണ്ട. എനിക്ക് ഉച്ചയായപ്പോൾ കുറച്ച് തലവേദന എടുക്കുന്നുണ്ടായി. എന്ന് വെച്ചാൽ ചൂടാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ തലവേദനയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ ഒരാശ്വാസമുണ്ട് ഗൈസ്. അപ്പോൾ അമ്മ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം. അമ്മേ, ഞങ്ങൾ ജെന്യുവനായിട്ട് തന്നെയല്ലേ എടുക്കുന്നത് നോമ്പ്? അതെ ഗൈസ്, ഞാൻ വെറുതെ അമ്മേനോട് ചോദിച്ചാട്ടോ. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ടാണ് അമ്മ എടുക്കാനാണെങ്കിൽ അമ്മയും കൂടി എടുത്തേനെ. അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടാക്കണമെന്ന്. അമ്മ ഇവിടെ മുട്ട ബജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ, ഇത് മുളക് ബജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് മുളക് അരിഞ്ഞ് വെച്ചേക്കാണ്. അമ്മ അരി കളഞ്ഞില്ലേ അമ്മ ഇതിൻ്റെ? അരി ഒരെണ്ണത്തിലുണ്ട്, ബാക്കി എല്ലാത്തിലും അരി കളഞ്ഞു കേട്ടോ. ഗൈസ്, അപ്പോൾ 6:30 ആവാറായിട്ടുണ്ട്. ഞങ്ങൾ ബാങ്ക് വിളിക്കണ കേൾക്കാൻ വേണ്ടി പുറത്തിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അകത്ത് നിന്നാൽ ബാങ്ക് വിളിക്കണ കേൾക്കില്ല, കുറച്ചേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പുറത്ത് നിന്നാൽ പിന്നെയെങ്കിലും കേൾക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നിൽക്കണേണ്. സോന വീണ്ടും സോനാപ്പി. Just looking like it. ഇവൾക്ക് ഇവിടെ വിശക്കണെന്ന് പറഞ്ഞോണ്ടിരിക്കുക. തലവേന എടുക്കണ, തല കറങ്ങണം എന്നൊക്കെ പറയണേ. പക്ഷെ എനിക്കങ്ങനെ തോന്നാനില്ല, എന്താണോ എന്തോ അറിയില്ല. ബാങ്ക് ഇപ്പൊ വിളിക്കുമായിരിക്കും. 6:30 ആയിട്ടുണ്ട് ഇപ്പം. എന്തോട്ടോ അത്? എന്തൊരു ചൂടാണല്ലേ. ഞാൻ ഈ ബാങ്ക് കൊടുക്കണ കഴിക്കാൻ വേണ്ടിയാ പുറത്തിറങ്ങി വന്നിക്കണേ. ഇവിടെ നിന്നിട്ട് വേർക്കുന്നു. എന്നിട്ട് വേണ്ടേ? ആണോ? ഈന്തപ്പഴം കഴിച്ചിട്ടാണ് വെള്ളം കുടിക്കണ്ടേ? ഓക്കെ, അതെനിക്കറിയാൻ പാടില്ലായിരുന്നു. ഈന്തപ്പഴം കഴിച്ചിട്ട് വെള്ളം കുടിക്കണോ? നമുക്ക് ഈന്തപ്പഴം കഴിച്ചിട്ട് വെള്ളം കുടിക്കാം. 6:37. ഞാനിത് മൊത്തം തീർക്കും. എനിക്ക് അത്ര വിശപ്പെടുന്നില്ല. നോമ്പൊറുക്കാൻ പോണേണ്. ഇവള് വേഗം തന്നെ എന്താ കഴിക്കണ്ടേന്ന് ഈന്തപ്പഴം കഴിക്കണേണ്. അപ്പം അമ്മ ഉണ്ടാക്കിയേക്കണത് മുളക് ബജി, കട്ട്ലേറ്റ്, മുട്ട ബജി. ഞാൻ കുടിക്കാണ്. അപ്പം എല്ലാവർക്കും ഒന്നുമില്ല, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അറിഞ്ഞൂടാ, കുടിക്കട്ടെ. എല്ലാവർക്കും സുഖവും ഐശ്വര്യവും നിറഞ്ഞ ഒരു റംസാൻ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടെ ഒരു തണുപ്പ് ഇറങ്ങി പോണ പോലെ അല്ലേ?
നമ്മളപ്പോൾ ബിരിയാണി നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ഒരു 8-8:30 ആയപ്പോഴാണ് കഴിച്ചത്. നമ്മൾ നോമ്പ് തുറയ്ക്ക് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ വയറൊന്ന് ഫില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് വിശന്ന് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് കഴിക്കുന്നത്. പിന്നെ അതുമല്ല ഒന്ന് നല്ലോണം ഒന്ന് ബിരിയാണി ആ സ്പൈസസ് ഒക്കെ പിടിച്ച് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് കൊതിച്ചിരിക്കുന്നതാണ് ഇവള്. കഴിച്ചു വെക്കാം. ആ സെറ്റിക്കാം. അത് നിന്റെ ഇല്ല എൻ്റെ അല്ല ചേച്ചി വേണം, ഞാൻ ഇട്ടുതരാം കേട്ടോ. ഓക്കെ. ഞങ്ങൾ രണ്ടാളും കൂടി കഴിക്കാൻ വേണ്ടി നല്ല വിശപ്പുണ്ട് ഗൈസ്. ഓ താങ്ക്സ്. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ ടേസ്റ്റ് ഒന്നും നോക്കിയില്ലായിരുന്നു കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. നമുക്ക് കുറച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ഒരു വീട്ടിലെ ഒരു ചെറിയൊരു നോമ്പ് തുറയായിരുന്നു. പിന്നെ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.